അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരീക്ഷയെ അഭിമുഖീകരിക്കാൻ പോവുകയാണ് നമ്മുടെ വിദ്യാർത്ഥികൾ. കുട്ടികൾക്ക് നല്ല മനോധൈര്യം ലഭിക്കാൻ, നല്ല ഓർമ്മശക്തി ലഭിക്കാൻ, ഹൃദയ വിശാലത ലഭിക്കാൻ, വിജയം ലഭിക്കാൻ പരിശുദ്ധ ഖുർആനിൽ തന്നെ പറയപ്പെട്ട അവർക്ക് സുപരിചിതമായ ചില ആയത്തുകൾ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചത് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഉപകാരപ്പെടുന്നവർക്ക് അത് വലിയൊരു ഫലം ചെയ്യും എന്നുള്ള പ്രതീക്ഷയിൽ അല്ലാഹു തആല നമ്മുടെ എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ല വിജയം നൽകട്ടെ, നല്ലൊരു ഭാവി നൽകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. മനപ്പാഠത്തിന് നമുക്ക് നല്ലൊരു ശക്തി ലഭിക്കാൻ ഏറ്റവും ഫലപ്പെടുന്ന ഒരു ആയത്തുകളാണ് സൂറത്തുർ റഹ്മാൻ ആരംഭത്തിലുള്ള അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ. ഈ 5 ആയത്തുകൾ അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ വളരെ അർത്ഥവത്തായ ആയത്തുകളാണ്. ഓർമ്മശക്തി, മനുഷ്യനുള്ള ജ്ഞാനം, ഇതെല്ലാം അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ അവിടെയുള്ള അർത്ഥമല്ല ഞാൻ പറയുന്നത്, അർത്ഥം പറയുന്നുമില്ല, ദീർഘിപ്പിക്കുന്നില്ല, പക്ഷെ അതിൽ പറയപ്പെട്ടിട്ടുണ്ട്. എന്നതുപോലെ സബ്ബിഹിസ്മ എന്ന് തുടങ്ങുന്ന സൂറത്തിൽ ഒരു ആയത്തുണ്ട്, സനുഖരി ഉക്ക ഫലാ തൻസ. സനുഖരി ഉക്ക ഫലാ തൻസ. അവിടെ താങ്കൾക്ക് നാം ശേഷം വീണ്ടും ഓതിത്തരും, ഫലാ തൻസ, താങ്കൾ മറന്നു പോവുകയില്ല. നബിതങ്ങളോടാണ് പറയുന്നത്. ഇവിടെ ഈ ആയത്ത് നമുക്ക് ഉപകാരപ്പെടുത്താം, നമുക്ക് ഓർമ്മശക്തി ലഭിക്കാൻ വേണ്ടി. അതുപോലെ അലം നശ്റഹ് സൂറത്ത്, അത് ഒരു 3 തവണയെങ്കിലും പാരായണം ചെയ്യുക. വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്ത് കൂടെ പറഞ്ഞുതരാം. സൂറത്തുൽ അംബിയാ 79-ാമത്തെ ആയത്ത്. സൂറത്തുൽ അംബിയാ 79-ാമത്തെ ആയത്ത്. ഫഫഹംനാഹ സുലൈമാന വകുല്ലൻ ആതൈനാ ഹുക്മൻ വഇൽമാ വസഖർനാ മാ ദാവൂദൽ ജിബാല യുസബ്ബിഹ്ന വത്വയ്റ വകുന്നാ ഫാഇലീൻ എന്നാണ് ആയത്ത്. ഇതിൻ്റെ പൂർത്തീകരിക്കാൻ കഴിയുന്നവർക്കങ്ങനെ, അല്ലെങ്കിൽ ഫഫഹംനാഹ സുലൈമാന വകുല്ലൻ ആതൈനാ ഹുക്മൻ വഇൽമാ. അല്ലാഹു തആല സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് ജ്ഞാനശക്തി നൽകിയതിനെക്കുറിച്ചാണ് ഈ ആയത്തിൽ പറയുന്നത്. ഈ ആയത്ത് പാരായണം ചെയ്യുക, അത് വളരെ ഉപകാരപ്പെടുന്നതാണ്. അതുപോലെ സൂറത്ത് ത്വാഹ, ത്വാഹ സൂറത്തിൻ്റെ ആദ്യത്തെ 8 ആയത്ത് കുട്ടികൾക്ക് വളരെ ഫലപ്പെടുന്നതാണ്. ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖ എന്ന് തുടങ്ങുന്ന ആയത്ത്. അൽ ബഖറയുടെ ആദ്യത്തെ ആയത്ത് ലൗ അൻസൽന. ഇതൊക്കെയും കുട്ടികൾക്ക് ഓർമ്മശക്തി ലഭിക്കാനും മറവി ഇല്ലാതാക്കാനും വളരെ ഉപകാരപ്പെടുന്നതാണ്. ഈ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ലഘുവായത് സ്ഥിരമായിട്ട് ചൊല്ലുക. അർ-റഹ്മാൻ സൂറത്തിൻ്റെ ആദ്യത്തെ ആയത്തുകൾ ഇഖ്റ ബിസ്മി റബ്ബിക്കൽ എന്ന ആ സൂറത്തിൽ മാലം യേലം വരെയുള്ള ആയത്തുകളും ഇതേ അർത്ഥത്തിലുള്ളതാണ്. അല്ലാഹു തആല മനുഷ്യന് അറിയാത്തത് പഠിപ്പിച്ചു കൊടുത്തു എന്ന് വിവരിക്കുന്ന ആയത്ത് വരെ അതും പാരായണം ചെയ്യുന്നത് കുട്ടികൾക്ക് വളരെ നല്ലതാണ്. ഈ പറഞ്ഞതെല്ലാം വളരെ കുറഞ്ഞ കാര്യങ്ങളാണ്. ചിലത് ഒരു ആയത്താണ്, മറ്റു ചിലത് ആയത്ത് 5 ഒക്കെ ഉണ്ടെങ്കിലും ചെറിയ ചെറിയ ആയത്തുകളാണ്. അർ-റഹ്മാനു എന്ന് പറയുമ്പോൾ തന്നെ ഒരു ആയത്തായി, അല്ലമൽ ഖുർആൻ മറ്റൊരായത്തായി. അപ്പോൾ ഇത് വളരെ ലളിതമായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്നൊരു കാര്യമാണ്. നമ്മുടെ കുട്ടികൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക, വീണ്ടും വീണ്ടും കേൾക്കുക, വീണ്ടും കേൾക്കുകയും അതല്പമെങ്കിലും ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് പതിവാക്കുകയും ചെയ്യുക. യാ ഫത്താഹ് യാ അല്ലാഹ് എന്നുള്ള ഇസ്മ മറന്നു പോകാതെ ഏത് ഘട്ടത്തിലാണോ ചൊല്ലാൻ കഴിയുന്നത്
അപ്പോഴൊക്കെ ചൊല്ലുക. പരീക്ഷാ ഹാളിൽ പോലും, പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പോലും യാ ഫത്താഹ് യാ അല്ലാഹ് എന്നുള്ളത് ചൊല്ലുക. മറവി ഉണ്ടെങ്കിൽ അലം നശ്റഹ് സൂറത്ത് മനസ്സിലെങ്കിലും ഓതുക. ഇതെല്ലാം വളരെ ഉപകാരപ്പെടും. അല്ലാഹു തആല നല്ല വിജയം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.